നമസ്തേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പൗഷമാസത്തിലെ, അതായത് ധനുമാസത്തിലെ പ്രധാന വ്രതവും അതുപോലെ തന്നെ ശിവപാർവതി പ്രധാനമായ ആഘോഷം കൂടിയാണ് തിരുവാതിര മഹോത്സവം. മാംഗല്യം, ദീർഘായുസ്, സൗഭാഗ്യം എന്നിവയ്ക്ക് വേണ്ടി സ്ത്രീകളാണ് ഈ വ്രതം ആഘോഷിക്കുന്നത്. പുലരും മുമ്പേ തന്നെയുള്ള സ്നാനം, ആർപ്പുവിളികൾ, അതുപോലെ തന്നെ തിരുവാതിരക്കളി തുടങ്ങിയവയെല്ലാം ശാരീരികവും മാനസികവുമായ ഉന്മേഷം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ കുടുംബസൗഖ്യവും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളും പ്രദാനം ചെയ്യുന്നതാണ്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും ഭർത്തൃസുഖത്തിനും വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ അവിവാഹിതളായ സ്ത്രീകളെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ മംഗല്യ സൗഭാഗ്യത്തിനു വേണ്ടിയുമാണ് ഈ വ്രതം ആചരിക്കുന്നത്. ഈ വർഷത്തിലെ തിരുവാതിര 2026 ജനുവരി 3 ശനിയാഴ്ചയാണ്. ശിവഭഗവാന്റെ പിറന്നാളായും അതുപോലെ തന്നെ ശിവപാർവതി വിവാഹം നടന്ന ദിനമായുമാണ് നാം ഇതിനെ ആഘോഷിക്കാറുള്ളത്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും വേണ്ടി ഈ വ്രതം നോൽക്കുന്നു. അതുപോലെ തന്നെ അവിവാഹിതളായ സ്ത്രീകൾ അവർക്ക് നല്ല മംഗല്യസിദ്ധിക്ക് വേണ്ടിയാണ് ഈ വ്രതം ആചരിച്ചു വരുന്നത്. തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. അതിരാവിലെ തന്നെ കുളത്തിലോ പുഴയിലോ പോയി പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള തുടിച്ചു കുളിക്കൽ, അതിനുശേഷം നാമജപം, വ്രതമെടുക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിക്കൽ, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവദർശനം എന്നിവയാണ് തിരുവാതിരയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ഉത്സവം നടത്തുന്നത് തിരുവാതിരക്കളി, അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവയെല്ലാം അന്ന് ഈ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്. അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും. മകീരം ദിവസത്തിലെ വ്രതം ആചരിക്കുന്നത് മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ തിരുവാതിര ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നത് ജീവിത പങ്കാളിക്കും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ് നാം തിരുവാതിര ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാറുള്ളത്. ഇഷ്ടവിവാഹം, അതുപോലെ ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് എന്നിങ്ങനെ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതം ആചരിക്കുന്നത് കൊണ്ട് തിരുവാതിര വ്രതത്തിനുണ്ട്. ഈ വ്രതം രേവതി നാളിൽ തന്നെ ആരംഭിക്കാറുണ്ട്. ധനുവിലെ അശ്വതി നാൾ മുതൽ പുണർദം വരെ 7 ദിവസമാണ് നമ്മൾ തിരുവാതിര വ്രതം അല്ലെങ്കിൽ തിരുവാതിര മഹോത്സവമായിട്ട് ആഘോഷിക്കാറുള്ളത്. തിരുവാതിര വരുന്ന ധനുമാസത്തെ അല്ലെങ്കിൽ മാർഗശീർഷ മാസത്തെ പരമശിവന്റെ ശരീരമായിട്ടാണ് സങ്കല്പിക്കാറുള്ളത്. ആ പരമശിവനെ നമ്മൾ ആരാധിച്ച് വ്രതമെടുക്കുക, അതുപോലെ തന്നെ ബ്രഹ്മജ്ഞന്മാരായ ആളുകൾക്ക് അന്നദാനം നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് അപായങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തരാകാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി സമ്പത്തും ധനസമ്പത്തും വർദ്ധിക്കുമെന്നും മഹാഭാരതത്തിൽ പോലും പറയുന്നുണ്ട്. തിരുവാതിരയുടെ ഐതിഹ്യം 2 പ്രകാരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ബാലഗോപാലനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ഗോപസ്ത്രീകള് കാർത്യായനി വ്രതമെടുത്ത് ആരാധിച്ചതാണ് തിരുവാതിര എന്ന് ഒരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ കാമദേവനെ ശിവഭഗവാന്റെ ദൃഷ്ടിയാൽ കാമദേവൻ ദഹിച്ചപ്പോൾ രതീദേവി വിലപിക്കുകയുണ്ടായി. ആ സമയത്ത് പാർവതീദേവി
ആ രതീദേവിയെ അനുഗ്രഹിക്കുകയും അങ്ങനെ കാമദേവനെ തിരിച്ചു ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അവര് ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചതും അതിനുശേഷം ശിവപാർവതി സംഗമം ഉണ്ടായതുമാണ് ഈ തിരുവാതിര മഹോത്സവത്തിൻ്റെ പിന്നിലെ മറ്റൊരു ഐതിഹ്യം എന്നുമാണ് പറയുന്നത്. മകീരം നോൽമ്പ് മുതൽ തിരുവാതിര അനുഷ്ഠാനം തുടങ്ങും. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രധാന നിവേദ്യമാണ് അല്ലെങ്കിൽ വിഭവമാണ് എട്ടങ്ങാടി. ഇതിപ്പോൾ ഉള്ളവർക്ക് അറിയോ എന്നറിയില്ല, എങ്കിലും പണ്ട് കാലങ്ങളിൽ ഈ എട്ടങ്ങാടി തിരുവാതിര ദിവസം ഇപ്പോഴും നമ്മളതിനെ ആ വിഭവം ഉണ്ടാക്കാറുണ്ട്. 8 തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരു കൂട്ടാണ് എട്ടങ്ങാടി. അതിൽ കാച്ചില്, കൂർക്ക, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, പയറ്, തേങ്ങ, ഏത്തയ്ക്ക ഇവയെല്ലാം കൂടി കൂട്ടി അതിനോട് കൂടെ അതിനൊരു മിശ്രിതമാക്കുന്നു. പിന്നീട് അതിനോടുകൂടി നമ്മൾ മധുരത്തിന് വേണ്ടി മുന്തിരി, കൽക്കണ്ടം എന്നിവയെല്ലാം ചേർത്തിട്ടാണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത്. അപ്പോൾ തിരുവാതിര വിഭവങ്ങളിലെ ഒരു പ്രധാന വിഭവം അല്ലെങ്കിൽ നിവേദ്യമാണ് എട്ടങ്ങാടി എന്ന് പറയാം. തിരുവാതിര വ്രതത്തിന് അരിയാഹാരം കഴിക്കാറില്ല. പകരം നമ്മൾ കൂവപ്പായസം, അതുപോലെ തന്നെ പുഴുക്ക്, ഇളനീര്, പഴം, പപ്പടം തുടങ്ങിയ വിഭവങ്ങളാണ് പ്രഭാതത്തിൽ കഴിക്കാറുള്ളത്. രാത്രി തിരുവാതിരക്കളി പ്രധാനമാണ്. ലാസ്യഭാവത്തോടു കൂടിയുള്ള ഈ തിരുവാതിരക്കളി അതിൽ ഗണപതി ഭഗവാൻ, ശിവൻ, സരസ്വതി, പാർവതി, ലക്ഷ്മി, കൃഷ്ണൻ എന്നീ ദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ് തിരുവാതിരക്കളിയുടെ തുടക്കം. പിന്നെ അതിനോടുകൂടി തന്നെ കഥകളിപ്പദം, കുറുവഞ്ചി, വഞ്ചിപ്പാട്ട്, കുമ്മി എന്നിവയും ആലപിച്ചാണ് തിരുവാതിരക്കളി മനോഹരമാക്കുന്നത്. കുമ്മി എന്ന് പറയുന്നത് വളരെ ദ്രുതചലനമാണ്. അത് നമുക്കൊക്കെ അറിയാം. വീരവീരാട കുമാര വിഭോ എന്ന് തുടങ്ങിയിട്ടുള്ള ആ കുമ്മി പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ദശപുഷ്പം ചൂടിയാണ് ഈ തിരുവാതിരക്കളിയൊക്കെ കളിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഈ ദശപുഷ്പം എന്നൊന്ന് നോക്കാം. മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കയ്യോന്നി, ചെറുള, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്നില, മുയൽ ചെവിയൻ, ഒഴിഞ്ഞ കറുക എന്നിവയാണ് ദശപുഷ്പം. പണ്ടൊക്കെ ഇത് വീടുകളിൽ നമ്മുടെ വീടിൻ്റെ 4 പുറവും ഈ ദശപുഷ്പങ്ങളെല്ലാം വളർത്തിയിരുന്നു. ഇന്നൊക്കെ അതിൽ പലതും അന്യം നിന്ന് പോയിട്ടുണ്ട്. തിരുവാതിരയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അതായത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വിശേഷാൽ നടത്തുന്ന ഒരു ചടങ്ങാണ് പൂത്തിരുവാതിര. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളുടെ ആദ്യത്തെ തിരുവാതിര പുത്തൻ തിരുവാതിരയായും നാം ആഘോഷിക്കാറുണ്ട്. ഇനി നമുക്ക് തിരുവാതിര ദിവസം നടത്തുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവാതിര ദിവസം രാവിലെ പുലർച്ചെ തന്നെ പാട്ടുപാടി തുടിച്ച് കുളിക്കുന്നു. എന്നിട്ട് ഇണമുണ്ടെടുത്ത്, അതായത് സെറ്റ് മുണ്ട് ഉടുക്കുന്നു. അതിനുശേഷം കണ്ണെഴുതി, വാലിട്ട് കണ്ണെഴുതുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ പിന്നീട് ദശപുഷ്പം ചൂടി തിരുവാതിരക്കളികളൊക്കെ നടത്തി കുരവിയിട്ടുകൊണ്ടാണ് മംഗല്യവതികളായ സ്ത്രീകൾ വീട്ടിലെത്തുന്നു. എന്നിട്ട് പാർവതി പരമേശ്വരന്മാരെ പൂജിക്കും. അതിന് എരിക്ക്, കൊന്ന, ചടച്ചി, ദശപുഷ്പങ്ങൾ എന്നിവ അടുക്കായി വെച്ച് ഭഗവാന് ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട്. പിന്നീട് ഇളനീര്, പഴം, കൂവപ്പായസം എന്നിവ അടങ്ങുന്ന പ്രഭാത ഭക്ഷണം, അത് നമ്മൾ പറഞ്ഞല്ലോ. ഉച്ചയ്ക്ക് നിലവിളക്ക് കൊളുത്തി നാക്കിലയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം പിന്നീടുള്ള ഒരു ചടങ്ങാണ് ഊഞ്ഞാലാട്ടം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നീട് തിരുവാതിരക്കളിയാണ്. അത് പാതിര വരെയാണ് ഈ തിരുവാതിരക്കളി കളിക്കാറുള്ളത്. പാതിരാക്കുള്ള മറ്റൊരു പ്രധാന ചടങ്ങാണ് പാതിരാപ്പൂ ചൂടല്. ഇതിന് അടയ്ക്കാമണിയോ അല്ലെങ്കിൽ കൊടുവേലി പൂവാണ് ഇതിനുപയോഗിക്കാറുള്ളത്. ഈ പാതിരാപ്പൂ വളരെ നേരത്തെ തന്നെ നമ്മൾ വീടിൻ്റെ പടിക്കൽ കൊണ്ടുവന്ന് വെക്കും. പിന്നീട് അത് രാത്രിയോടുകൂടി നിലവിളക്കും അഷ്ടമംഗലത്തട്ടും വഞ്ചിപ്പാട്ടുമായി അതിനെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. അവിടെ അമ്മിക്കുഴവിയും നിലവിളക്കും ശിവപാർവതി സങ്കല്പമായി കണക്കാക്കി അതിനെ പ്രദക്ഷിണം വെച്ച് പൂജിക്കുന്നു. എന്നിട്ട് മഞ്ഞള് എരിക്കിൻ കുരുവിൽ ചാലിച്ച് കുറിതൊടും. അതിനുശേഷം വെറ്റില മുറുക്കല്, അതും ഒരു പ്രധാന ചടങ്ങാണ്. 108 വെറ്റില വരെയൊക്കെ മുറുക്കുന്ന ചടങ്ങ് നിലവിലുണ്ട്. ഇനി നമുക്ക് തിരുവാതിരയുടെ വ്രതാനുഷ്ഠാനങ്ങൾ, ഈ വ്രതം എങ്ങനെയൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്.
അപ്പോൾ അത് രാവിലെ നമ്മൾ പറഞ്ഞില്ലേ, സൂര്യോദയത്തിന് മുന്നേയുള്ള സ്നാനം, നല്ലപോലെ തുടിച്ചു കുളിച്ചു വരുന്നു. അതിനുശേഷം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലാവുന്നതാണ്. പിന്നീട് വാലിട്ട് കണ്ണെഴുതി മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടാം. പിന്നീട് സീമന്തരേഖയില് പാർവതീ ദേവിയെ സ്തുതിച്ചുകൊണ്ട് സിന്ദൂരം അണിയുന്ന ഒരു ചടങ്ങുമുണ്ട്. പാർവതീ ദേവിയാണ് നമ്മളപ്പോൾ വന്ദിക്കേണ്ടത്. അതിനൊരു ശ്ലോകം കൂടിയുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. പാർവതീ ദേവിയെ വന്ദിക്കുന്ന ശ്ലോകം ഒന്ന് ചൊല്ലാം. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ. ഈ പാർവതീ ദേവിയെ വന്ദിച്ചുകൊണ്ടുള്ള ഈ ശ്ലോകം 3 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ശ്ലോകം ചൊല്ലുക എല്ലാവരും. അതിനുശേഷം പഞ്ചാക്ഷരി മന്ത്രം, അതുപോലെ തന്നെ പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമ പാരായണം, ശിവക്ഷേത്രങ്ങളിൽ ജലധാര, കൂവളമാല എന്നിവ സമർപ്പിക്കാം. അത് നോക്കിയല്ലേ. പാർവതീ ദേവിയെ വന്ദിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ്. അതായത് ഓം നമഃശിവായ എന്നതാണ് പഞ്ചാക്ഷരി മന്ത്രം. അതുപോലെ തന്നെ പഞ്ചാക്ഷരി സ്തോത്രം, പിന്നീട് ശിവപുരാണം, അതുപോലെ ശിവസഹസ്രനാമം അത് പാരായണം ചെയ്യാം. പിന്നെ ശിവക്ഷേത്രത്തിൽ പോയി നമുക്ക് ജലധാര നടത്താം, കൂവളമാല ഭഗവാന് സമർപ്പിക്കാം. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ തിരുവാതിര ദിവസം ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ദാമ്പത്യ സൗഖ്യത്തിനായി അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അത് നമ്മൾ 108 തവണ നമുക്ക് ജപിക്കാവുന്നതാണ്. ഓം ശിവശക്തി ഐക്യ രൂപിണ്യൈ നമഃ എന്ന മന്ത്രമാണ് നമ്മൾ 108 തവണ ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ഉമാമഹേശ്വരനെ ധ്യാനിച്ച് ഓം നമഃശിവായ ശിവായ നമ എന്ന് നമ്മൾ ഈ വ്രതം തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ അനുഷ്ഠാനം തുടങ്ങുന്നത് മുതൽ വ്രതം അവസാനിപ്പിക്കുന്നത് വരെ നമുക്ക് ഈ ഭഗവാന്റെ അല്ലെങ്കിൽ ഈ ശിവനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. തിരുവാതിര ദിവസം രാത്രിയിലെ ചടങ്ങ്, പ്രധാന ചടങ്ങ് നമ്മൾ പറഞ്ഞല്ലോ, പാതിരാപ്പൂ ചൂടല്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒന്നിച്ചുകൂടി തിരുവാതിരക്കളി കളിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങ്. അത് ഭഗവാന് ആ സമയത്ത് ദശപുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. വിളക്കും അഷ്ടമംഗലത്തട്ടും അതുപോലെ കിണ്ടിയിൽ ജലവും എടുത്തൊക്കെ ആണ് ഈ സമർപ്പണം ചെയ്യേണ്ടത്. ഇനി ദശപുഷ്പം ചൂടുന്നത് വളരെ ഭക്തിയോടുകൂടി വേണം, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വേണം. അത് ഓരോ പൂവിനും ഓരോ ഫലങ്ങളാണ് ഉള്ളത്. ഓരോ പൂവും ഓരോ ദേവന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ ഇനി ആ ദശപുഷ്പങ്ങളെ ഏതെല്ലാം ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. അതിലെ ഒന്നാമതായിട്ട് കയ്യോന്നിയാണ്. കയ്യോന്നി പുഷ്പം ശിവഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ചൂടുന്നത് കൊണ്ട് നമ്മുടെ പഞ്ചപാപങ്ങളും തീരുന്നതാണ്. രണ്ടാമതായിട്ട് മുക്കുറ്റിപ്പൂവാണ്. ഈ മുക്കുറ്റിപ്പൂവ് പാർവതീ ദേവിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഭക്തിയോടുകൂടി ചൂടിയാൽ ഭർത്തൃസുഖവും അതുപോലെ തന്നെ പുത്രസുഖവും ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമതായി വരുന്ന പൂവ് കൃഷ്ണക്രാന്തിയാണ്. അത് മഹാവിഷ്ണുവാണ് അതിൻ്റെ ദേവൻ. വിഷ്ണു പ്രീതിക്കാണ് ഈ പുഷ്പം ചൂടുന്നത്. ഇനി നാലാമതായിട്ട് വരുന്ന പൂവ് തിരുതാളിയാണ്. തിരുതാളി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് മഹാലക്ഷ്മിയെയാണ് പ്രദാനം ചെയ്യുന്നത്. ആ ദേവീ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ തിരുതാളി ചൂടുന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന പൂവാണ് കറുക. ഈ കറുക ആദിത്യ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. ആദികളും വ്യാധികളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കറുക തലയിൽ ചൂടുന്നത്. ഇനി ആറാമതായിട്ട് വരുന്ന പുഷ്പം പൂവാങ്കുറുനിലയാണ്. അത് ബ്രഹ്മാവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാവുന്നതിന് വേണ്ടിയാണ് പൂവാങ്കുറുനില നമ്മൾ ചൂടുന്നത്. ഇനി ഏഴാമതായിട്ട് വരുന്നത് മുയൽ ചെവിയനാണ്. ഇത് കാമദേവനെയാണ് സൂചിപ്പിക്കുന്നത്. മംഗല്യസിദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുയൽ ചെവിയൻ. അതുപോലെ തന്നെ എട്ടാമതായിട്ട് വരുന്ന പുഷ്പമാണ് ഉഴിഞ്ഞ. ഇത് ഇന്ദ്രാണിയെയാണ്, ഇന്ദ്രാണി എന്ന ദേവതയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ അഭീഷ്ടസിദ്ധിക്കാണ് നമ്മൾ ഈ ഉഴിഞ്ഞ എന്ന പുഷ്പം ചൂടുന്നത്. ഇനി ഒമ്പതാമതായിട്ട് വരുന്ന പുഷ്പം ചെറുളയാണ്. ഈ ചെറുള എന്ന് പറയുന്നത് യമദേവനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നതിന് ഈ ചെറുള
ധരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി 10ാമതായിട്ട് വരുന്ന പുഷ്പമാണ് നിലപ്പന. ഇത് ഭൂമി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നിലപ്പന നമ്മുടെ പാപങ്ങളെല്ലാം അകന്നു പോകുന്നതിന് ഈ നിലപ്പന ധരിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ തിരുവാതിര ദിവസം ഈ ദശപുഷ്പങ്ങളെല്ലാം വളരെ ഭക്തിയോടുകൂടി അതാത് ദേവന്മാരെ നമ്മൾ ധ്യാനിച്ച് ശിരസിൽ ധരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന എല്ലാ പാപങ്ങളും ഇല്ലാതാവാനും ഐശ്വര്യം ഉണ്ടാകാനും അതുപോലെ തന്നെ പുത്രസൗഭാഗ്യം ഭർത്തൃസൗഭാഗ്യം ഒക്കെ ഉണ്ടാവാനും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചടങ്ങുകൾക്കെല്ലാം അതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവാതിര സ്നാനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു വിശേഷമാണ്. അപ്പം ഇനി ഓരോ സ്നാനം എപ്പോൾ എങ്ങനെ നടത്തണം എന്നതുകൂടി നമുക്കൊന്ന് പറയാം. അതായത് അശ്വതി ദിവസം, അശ്വതി നാളിൽ അശ്വം ഉണരും മുമ്പേ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം. അത് ഗൃഹനാഥന് സൗഖ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് നാം അങ്ങനെ ചെയ്യുന്നത്. ഭരണി നാളിൽ ഭർത്താവ് ഉണരും മുമ്പേ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം എന്നാണ് പറയുന്നത്. ബന്ധുമിത്രാദികൾക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. കാർത്തിക നാളിൽ കാക്ക കരയും മുമ്പേ എഴുന്നേറ്റ് നമ്മൾ സ്നാനം ചെയ്യണം. അത് മാതാപിതാക്കൾക്ക് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ രോഹിണി നാളിൽ രോമം കാണും മുമ്പേ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം എന്നാണ് പറയാറുള്ളത്. സകല കുഞ്ഞുങ്ങൾക്കും ഗുണം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഈ സ്നാനം. അതുപോലെ തന്നെ മകീരം ദിവസം മക്കൾ ഉണരും മുമ്പേ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം. സന്താനങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അടുത്തത് തിരുവാതിര ദിവസം നമ്മൾ സ്നാനം ചെയ്യുന്നത് 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് സ്നാനം ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അത് ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ തിരുവാതിര ദിവസത്തെ സ്നാനത്തിൻ്റെ ഗുണം ലഭിക്കുന്നത്. അതുപോലെ തന്നെ പുണർദം ദിവസം നമ്മൾ സ്നാനം ചെയ്യുന്നത് സഹോദരങ്ങൾക്ക് ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഓരോ സ്നാനത്തിനും അതിൻ്റെതായ ഗുണം കൂടി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ തിരുവാതിര വ്രതം, സ്നാനം, അതുപോലെ തിരുവാതിരക്കളി, പാതിരാപ്പൂ ചൂടൽ, ശിവദർശനം ഇവയെല്ലാം നടത്തി നമുക്ക് തിരുവാതിര, ഈ വർഷത്തെ തിരുവാതിര വളരെ ഭംഗിയായും അതുപോലെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്തോടു കൂടിയൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി നമുക്ക് അരിഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തിരുവാതിര വ്രതത്തിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ചടങ്ങുകൾ, വ്രതം ആചരിക്കേണ്ട വിധം എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ തിരുവാതിര എല്ലാവർക്കും വളരെ മംഗളമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.